Hello everyone, warm and wonderful good morning. Welcome to this video. Today I would like to deal with the active and passive voice, Unit 5 in Module 3, Functional Grammar and Communication in English. Calicut University first sem ആയിട്ടുള്ള കോമൺ കോഴ്സ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷിലെ മൊഡ്യൂൾ 3യിൽ പറയുന്ന ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സിനാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. So before getting into active and passive voice, we have to know something about the voice, what it means. So first and foremost, I would like to deal with that area. The term voice is a grammatical category which applies to verbs. In English, voice expresses the relationship of the subject to the verb. There are basically two kinds of voices in English. First one is active and second one is passive. So വോയിസ് കൊണ്ട് മീൻ ചെയ്യുന്നത് ആക്ച്വലി ഒരു സബ്ജക്റ്റും ഒരു വേർബും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള വോയിസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാസീവ്. കമ്മിങ് ടു ദി ആക്റ്റീവ് വോയിസ്, in active voice, the subject does the action or acts upon the verb in such sentences, and so the sentences are said to be in active voice. The active voice emphasizes the person or agent who perform the action. The active voice is more commonly used and it conveys a strong, clear tone, while the passive voice is comparatively weaker. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ ആക്റ്റീവ് വോയിസിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സെൻറ്റൻസിൽ അവിടുത്തെ സബ്ജക്റ്റാണ് ഡോർ ഓഫ് ആൻ ആക്ഷൻ എങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഏജൻറ്റിനാണ് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുത്ത് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യും. കമ്പാരിറ്റീവ്ലി വീക്കർ ഇൻ ദ കേസ് ഓഫ് പാസീവ് വോയിസ്. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, ദ കാറ്റ് ചേസ്ഡ് ദി മൗസ്, റഹീം കുക്ക്ഡ് ദി ബിരിയാണി. അപ്പോൾ ഇത് രണ്ട് പറയുന്ന സമയത്ത് നമുക്കറിയാം കാറ്റ് ചേസ് ദി മൗസ്. ഹിയർ cat is the door of the action here, like so. Rahim cooked the biryani. Rahim is doing, or Rahim is cooked. So we are giving more emphasis to Rahim here. So ഇങ്ങനെയുള്ള സെൻറ്റൻസിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. So coming to the passive, in passive voice, the subject receive the action or the subject is being acted upon, and so the sentence are said to be in the passive voice. The passive voice lays stress on the recipient of the action or sometimes the action itself. We only use the passive voice when the receiver of the action is more important or when we have no idea about who did the action. അപ്പം നമ്മൾ ആക്റ്റീവ് പറഞ്ഞു. ഇനി പാസീവിലേക്ക് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒബ്ജക്റ്റിനാണ് നമ്മൾ എംഫസിസ് കൊടുക്കുന്നതെങ്കിൽ, മീൻസ് ഇവിടെ നമ്മൾ ചില സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ ചില കേസിൽ ആരാണ് ആക്ഷൻ ചെയ്തത് എന്നുള്ളതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആക്റ്റഡ് അപ്പോണിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനാണ് നമ്മൾ എംഫസിസ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ദ കാറ്റ് ചേസ്ഡ് ദി മൗസ് എന്ന് പറയുന്ന ആ സെയിം സെൻറ്റൻസിനെ തന്നെ നമുക്ക് പറയാം എന്ത്, ദ മൗസ് വാസ് ചേസ്ഡ് ബൈ ദി കാറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ റഹീം കുക്ക് ദി ബിരിയാണി എന്നുള്ളത് ദി ബിരിയാണി വാസ് കുക്ക്ഡ് ബൈ റഹീം എന്ന് നമുക്ക് പറയാം. രണ്ട് സെൻറ്റൻസിൻ്റെയും തീം സെയിം ആണ്. അപ്പം റഹീം കുക്ക് ദി ബിരിയാണി എന്ന് പറയുന്നതും ദി ബിരിയാണി വാസ് കുക്ക്ഡ് ബൈ റഹീം എന്ന് പറയുന്നതും ബോത്ത് ആർ സെയിം ഇൻ ദെയർ തീം. ബട്ട് ഫസ്റ്റ് സെൻറ്റൻസിൽ വി ആർ ഗിവിംഗ് മോർ എംഫസിസ് ടു ദി റഹീം, ബട്ട് ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് വി ആർ ഫോക്കസിങ് ഓൺ ദി ബിരിയാണി. സോ ഇവിടെ രണ്ടിലും നമ്മൾ എവിടെയാണോ എംഫസിസ് കൊടുക്കുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ സെൻറ്റൻസ് എന്ന് നോക്കുന്നത്. സോ ഇനി നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ആക്റ്റീവ് സെൻറ്റൻസിനെ പാസീവിലേക്കാക്കി മാറ്റുക, ഇതിൻ്റെ കുറച്ച് റൂൾസുകളാണ് ഇതിൽ പറയുന്നത്. സോ മെയിനായിട്ട് ജനറലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് റൂൾസുകൾ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാം. ദെൻ നമുക്ക് ഓരോ
സെൻറ്റൻസ് വൈസ് ഓരോ ടെൻസ് വൈസ് നമുക്ക് നോക്കാം. സോ ചേഞ്ചിങ് ദ ആക്റ്റീവ് ഇൻ ടു പാസീവ്. ഇൻ ഓർഡർ ടു ചേഞ്ച് ആൻ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ഇൻ ടു എ പാസീവ് വോയിസ് വൺ, we must make the object of the active sentence into the subject of the passive sentence. Also, the verb to be must be used in the same tense as the main verb of the active voice sentence. Then the past participle of the main verb in active sentence must be used in the passive. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആക്റ്റീവിനെ പാസീവിലേക്കാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു സെൻറ്റൻസ് കിട്ടുകയാണെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് വിച്ച് ഈസ് ഒബ്ജക്റ്റ് ഹിയർ. സോ ഇനി അടുത്തത് ചെയ്യാനുള്ളത് സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്കും ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്കും ചേഞ്ച് ചെയ്യുന്നു. ദെൻ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ബി എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറിയുടെ ഏതെങ്കിലും ഒരു ഫോം നിങ്ങൾ യൂസ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ ടെൻസ് ഓഫ് ദാറ്റ് സെൻറ്റൻസ്. അത് ബിയുടെ ഡിഫറെൻറ്റ് ഫോമുകളാണ് ഈസും ആമും ആറും ബീയിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോം നിങ്ങൾ യൂസ് ചെയ്യണം. ദെൻ തേർഡ് വൺ ഈസ് ഇതിൽ യൂസ് ചെയ്യേണ്ട വേർബ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി മെയിൻ വേർബ് ആയിരിക്കണം, വിച്ച് മീൻസ് V3 ഫോം ഓഫ് ദി വേർബ്. ഇത്രയും കാര്യമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് ബൈ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ടെൻസിൻ്റെ കേസിലും എങ്ങനെയാണെന്ന് നോക്കാം. സോ സം ഓഫ് ദി റൂൾസ് ഹാവ് ടു ബി ഫോളോഡ്. സോ ഞാൻ ഓരോന്നും ബേസ്ഡ് ഓൺ സെൻറ്റൻസ് ബേസ് ചെയ്തിട്ട് പറയാം. First and foremost, Geeta writes a letter which is in simple present. The original structure of this sentence is the base form of the verb plus s or es with third person singular. So while we are changing this active voice into passive voice, the sentence will be like a letter is written by Geeta. So here the recast structure is or am or are plus past participle of the verb plus by plus the subject. So here the focus on mainly a letter is written by Geeta. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു ടെൻസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. അതിനുശേഷം സിമ്പിൾ പ്രസൻ്റ് ആണ് ടെൻസ് എങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസോ ആമോ ആറായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിയുടെ ഏതെങ്കിലും ഒരു ഫോം യൂസ് ചെയ്യാമെന്ന്. ഇപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആകുന്ന സമയത്ത് ഈസ് ആമ് ആറ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ V3 ഫോം അത് എല്ലാ ഏത് ടെൻസിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എന്ന് പറയുന്നത് V3 ഫോം ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗീത റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത് വി നോ ഇറ്റ്സ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. സോ ഗീത റൈറ്റ്സ് എ ലെറ്റർ ഹിയർ. ഗീത ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് ലെറ്റർ ഈസ് ദ ഒബ്ജക്റ്റ്. സോ വി ഹാവ് ടു ചേഞ്ച് ദി പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. സോ എ ലെറ്റർ വിൽ ബി കം ഇൻ ദ കേസ് ഓഫ് ദി passive voice. So a letter, so it is in singular, so we have to use the auxiliary is here. A letter is written by Geeta എന്നായി വരും. Then coming to the present progressive or present continuous, Geeta is writing a letter. So in this context we have to use the is or are or am plus being plus the past participle form of the verb in the passive voice. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈസോ ആറോ ആമോ പ്ലസ് ബീയിങ്. പ്രോഗ്രസീവ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് ഏത് പ്രോഗ്രസീവ് ആവട്ടെ, പ്രസൻറ്റ് പ്രോഗ്രസീവ് ആവട്ടെ, പാസ്റ്റ് പ്രോഗ്രസീവ് ആവട്ടെ, ദെൻ ഫ്യൂച്ചർ ആവട്ടെ, ഏത് കേസിലും പ്രോഗ്രസീവ് ആണെങ്കിൽ അതിൽ നിങ്ങൾ ഈസ് ആർ, ഈ പ്രസൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഈസ് ആറ് ആമ് പ്ലസ് ബീയിങ് എന്നുള്ളത് ഏതൊരു കണ്ടിന്യൂസ് ടെൻസിലും അതിനെ പാസീവിലേക്കാക്കി മാറ്റുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ അങ്ങനെയാകുമ്പോൾ ഗീത ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് എന്തായി മാറും? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഗീത എന്നായിട്ട് വരും. Then third one is Geeta has written a letter. So this sentence is in the present perfect, and while converting into the passive voice, the sentence will be like a letter has been written by Geeta. ഇനി
പെർഫെക്റ്റ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പെർഫെക്റ്റ് ആവുന്ന സമയത്ത് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ഓർ ഹാഡ് ബീൻ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, പ്രസൻറ്റ് ആവുന്ന സമയത്താണ് ഹാസും ഹാവും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഹാസ് ബീനോ ഹാവ് ബീനോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൽ നമ്മൾ പാസീവിലേക്ക് ആക്കി മാറ്റുമ്പോൾ ഉള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ദി കേസ് ഓഫ് പാസ്റ്റ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഹാഡ് ബീൻ എന്ന് വരുന്നത്. അപ്പം ഗീത ഹാസ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളത് നമ്മൾ അതിൻ്റെ പാസീവ് വോയിസിലേക്ക് ആക്കി മാറ്റുന്ന സമയത്ത് എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഗീത. സോ ഹിയർ വി ഡിസ്കസ് ദി 3 ആസ്പെക്ട്സ് ഓഫ് ദി പ്രസൻറ്റ് ടെൻസ്. അതിലൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേർബിൻ്റെ കേസ് V3 ഫോം മാത്രമാണ്. ദെൻ രണ്ടാമത് പറയുന്നത് ഇതിൽ ഓക്സിലറിക്ക് മാത്രമാണ് എന്ത് ചേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആക്റ്റീവിന്ന് പാസീവിലേക്ക് ആക്കി മാറ്റുന്ന സമയത്തുള്ള ട്രാൻസ്ഫോർമേഷനിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിലുപരി പിന്നെ നമ്മൾ ബിയുടെ ഏത് ഫോം യൂസ് ചെയ്യണമെന്ന അതിൽ മാത്രമാണ് ഒരു വേരിയേഷൻ വരുന്നത്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ ഈസ് ആം ആറ്, ദെൻ പ്രസൻറ്റ് പ്രോഗ്രസീവ് ആണെങ്കിൽ ഈസ് ആറ് ആം പ്ലസ് ബീയിങ്, ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ. ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റിൻ്റെ കേസിൽ വരുന്നത്. ദെൻ കമ്മിങ് ടു ദ പാസ്റ്റ് ടെൻസ്, ഗീത റോട്ട് എ ലെറ്റർ. ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. So the conversion will be like a letter was written by Geeta. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീത റോട്ട് എ ലെറ്റർ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റും അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെയും പൊസിഷൻ മാറ്റുന്നുണ്ട്. അപ്പോൾ എ ലെറ്റർ ദെൻ എന്നുള്ളതും ഗീത എന്നുള്ളതിൻ്റെ പൊസിഷൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓക്സിലറിൻ്റെ കേസിലാണ്. ബിയുടെ ഏത് ഫോം യൂസ് ചെയ്തു? ഇത് പാസ്റ്റാണ്, അതുകൊണ്ട് വോസോ വേറോ ആയിരിക്കും ഇതിൽ സിമ്പിൾ പാസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് ഗീത വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് വരുന്നതെങ്കിൽ അതിനെ നിങ്ങൾ പാസീവിലേക്ക് ആക്കി മാറ്റുന്ന സമയത്ത് വാസ് വേർ പ്ലസ് ബീയിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ് ആകുമ്പോൾ ബീയിങ് എന്നുള്ളത് കോമൺ ആയിരിക്കും. സോ വാസ് ഓർ വേർ പ്ലസ് ബീയിങ് എന്നുള്ളത് നിങ്ങളുടെ പാസീവ് വോയിസിൽ വരും. സോ ഗീത വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് എന്തായി വരും? എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഗീത. Then coming to the past perfect tense, Geeta had written a letter. അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരിക്കും? ഹാഡ് ബീൻ എന്നായിരിക്കും അതിൽ പാസീവ് വോയിസിൽ വരുന്നത്. സോ എ ലെറ്റർ ഹാഡ് ബീൻ റിട്ടൺ ബൈ ഗീത. Okay, now let's move on to the future tense. Geeta will write a letter. We know it is in simple future tense. So while converting into the passive voice, we have to focus on the auxiliary. So here we have to use will be. Will be. So a letter will be written by Geeta. So will be എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ നമ്മൾ പാസീവിലേക്ക് ആക്കി മാറ്റുന്ന സമയത്ത് വരുന്നത്. ആ ഓക്സിലറിൻ്റെ കൂടെ തന്നെ വില്ലിൻ്റെ കൂടെ ഒരു ബിയും കൂടെ വരും. Then coming to the future perfect tense, Geeta will have written a letter can be changed as a letter will have been written by Geeta. അപ്പോൾ പെർഫെക്റ്റ് ആവുന്ന സമയത്ത് ബീൻ എന്നായിരിക്കും. ബിയുടെ ബീൻ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന വേർബിൻ്റെ V3 ഫോം ബീൻ ആയിരിക്കും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഏത് പെർഫെക്റ്റിൻ്റെ കേസിലും തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്രസൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ, ദെൻ പാസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഹാഡ് ബീൻ, ദെൻ ഫ്യൂച്ചറിൻ്റെ കേസിലാണെങ്കിൽ ഹാവ് ബീൻ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ഓക്സിലറിൻ്റെ കേസിൽ ബിയുടെ ഏത് ഫോം യൂസ് ചെയ്യണം എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയൊക്കെ കോമൺ ആണ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആകുന്നതും പ്ലസ് V3 ഫോം യൂസ് ചെയ്യുന്നതും ബൈ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? കോമൺ ആണ്. ബട്ട് വി ഹാവ് ടു ഫോക്കസ് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദി കേസ് ഓഫ് ഓക്സിലറി. അപ്പോൾ ടെൻസ് മാറുന്നതിന് അനുസരിച്ച് ഓക്സിലറിയിൽ മാത്രമാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് മാറ്റങ്ങൾ വരുന്നത്. അത് ഏറ്റവും സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആക്റ്റീവിനെ പാസീവിലേക്കാക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു സെൻറ്റൻസ് കിട്ടുകയാണെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് വിച്ച് ഈസ് ഒബ്ജക്റ്റ് ഹിയർ. സോ ഇനി അടുത്തത് ചെയ്യാനുള്ളത്
സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്കും ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്കും ചേഞ്ച് ചെയ്യുന്നു. ദെൻ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ബി എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറിയുടെ ഏതെങ്കിലും ഒരു ഫോം നിങ്ങൾ യൂസ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ ടെൻസ് ഓഫ് ദാറ്റ് സെൻറ്റൻസ്. അത് ബിയുടെ ഡിഫറെൻറ്റ് ഫോമുകളാണ് ഈസും ആമും ആറും ബീയിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോം നിങ്ങൾ യൂസ് ചെയ്യണം. ദെൻ തേർഡ് വൺ ഈസ് ഇതിൽ യൂസ് ചെയ്യേണ്ട വേർബ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി മെയിൻ വേർബ് ആയിരിക്കണം, വിച്ച് മീൻസ് V3 ഫോം ഓഫ് ദി വേർബ്. ഇത്രയും കാര്യമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് ബൈ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ടെൻസിൻ്റെ കേസിലും എങ്ങനെയാണെന്ന് നോക്കാം. സോ സം ഓഫ് ദി റൂൾസ് ഹൗ ടു ബി ഫോളോഡ്. സോ ഞാൻ ഓരോന്നും ബേസ്ഡ് ഓൺ സെൻറ്റൻസ് ബേസ് ചെയ്തിട്ട് പറയാം. First and foremost, Geeta writes a letter which is in simple present. The original structure of this sentence is the base form of the verb plus s or es with third person singular. So while we are changing this active voice into passive voice, the sentence will be like a letter is written by Geeta. So here the recast structure is or am or are plus past participle of the verb plus by plus the subject. So here the focus on mainly a letter is written by Geeta. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു ടെൻസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. അതിനുശേഷം സിമ്പിൾ പ്രസൻ്റ് ആണ് ടെൻസ് എങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസോ ആമോ ആറായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിയുടെ ഏതെങ്കിലും ഒരു ഫോം യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആകുന്ന സമയത്ത് ഈസ് ആമ് ആറ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ V3 ഫോം അത് എല്ലാ ഏത് ടെൻസിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എന്ന് പറയുന്നത് V3 ഫോം ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗീത റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത് വി നോ ഇറ്റ്സ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. സോ ഗീത റൈറ്റ്സ് എ ലെറ്റർ ഹിയർ. ഗീത ഈസ് ദി സബ്ജക്റ്റ് ആൻഡ് ലെറ്റർ ഈസ് ദ ഒബ്ജക്റ്റ്. സോ വി ഹാവ് ടു ചേഞ്ച് ദി പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. സോ എ ലെറ്റർ വിൽ ബി കം ഇൻ ദ കേസ് ഓഫ് ദി passive voice. So a letter, so it is in singular, so we have to use the auxiliary is here. A letter is written by Geeta എന്നായി വരും. Then coming to the present progressive or present continuous, Geeta is writing a letter. So in this context we have to use the is or are or am plus being plus the past participle form of the verb in the passive voice. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈസോ ആറോ ആമോ പ്ലസ് ബീയിങ്. പ്രോഗ്രസീവ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് ഏത് പ്രോഗ്രസീവ് ആവട്ടെ, പ്രസൻറ്റ് പ്രോഗ്രസീവ് ആവട്ടെ, പാസ്റ്റ് പ്രോഗ്രസീവ് ആവട്ടെ, ദെൻ ഫ്യൂച്ചർ ആവട്ടെ, ഏത് കേസിലും പ്രോഗ്രസീവ് ആണെങ്കിൽ അതിൽ നിങ്ങൾ ഈസ് ആർ, ഈ പ്രസൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഈസ് ആറ് ആമ് പ്ലസ് ബീയിങ് എന്നുള്ളത് ഏതൊരു കണ്ടിന്യൂസ് ടെൻസിലും അതിനെ പാസീവിലേക്കാക്കി മാറ്റുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ അങ്ങനെയാകുമ്പോൾ ഗീത ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് എന്തായി മാറും? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഗീത എന്നായിട്ട് വരും. Then third one is Geeta has written a letter. So this sentence is in the present perfect, and while converting into the passive voice the sentence will be like a letter has been written by Geeta. ഇനി പെർഫെക്റ്റ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പെർഫെക്റ്റ് ആവുന്ന സമയത്ത് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ഓർ ഹാഡ് ബീൻ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, പ്രസൻ്റ് ആവുന്ന സമയത്താണ് ഹാസും ഹാവും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഹാസ് ബീനോ ഹാവ് ബീനോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൽ നമ്മൾ പാസീവിലേക്കാക്കി മാറ്റുമ്പോൾ ഉള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ദി കേസ് ഓഫ് പാസ്റ്റ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഹാഡ് ബീൻ എന്ന് വരുന്നത്. അപ്പം ഗീത ഹാസ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളത് നമ്മൾ അതിൻ്റെ പാസീവ് വോയിസിലേക്കാക്കി മാറ്റുന്ന സമയത്ത് എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഗീത. സോ ഹിയർ വി ഡിസ്കസ് ദി ത്രീ ആസ്പെക്ട്സ് ഓഫ് ദി present tense.
അതിലൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേർബിൻ്റെ കേസ് V3 ഫോം മാത്രമാണ്. ദെൻ രണ്ടാമത് പറയുന്നത് ഇതിൽ ഓക്സിലറിക്ക് മാത്രമാണ് എന്ത് ചേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് ആക്കി മാറ്റുന്ന സമയത്തുള്ള ട്രാൻസ്ഫോർമേഷനിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിലുപരി പിന്നെ നമ്മൾ ബിയുടെ ഏത് ഫോം യൂസ് ചെയ്യണമെന്ന അതിൽ മാത്രമാണ് ഒരു വേരിയേഷൻ വരുന്നത്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ ഈസ് ആം ആറ്, ദെൻ പ്രസൻറ്റ് പ്രോഗ്രസീവ് ആണെങ്കിൽ ഈസ് ആറ് ആം പ്ലസ് ബീയിങ്, ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ. ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രസൻറ്റിൻ്റെ കേസിൽ വരുന്നത്. ദെൻ കമ്മിങ് ടു ദ പാസ്റ്റ് ടെൻസ്, ഗീത റോട്ട് എ ലെറ്റർ. ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. So the conversion will be like a letter was written by Geeta. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീത റോട്ട് എ ലെറ്റർ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റും അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെയും പൊസിഷൻ മാറ്റുന്നുണ്ട്. അപ്പോൾ എ ലെറ്റർ ദെൻ എന്നുള്ളതും ഗീത എന്നുള്ളതിൻ്റെ പൊസിഷന് ഒരു മാറ്റം വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓക്സിലറിൻ്റെ കേസിലാണ് ബിയുടെ ഏത് ഫോം യൂസ് ചെയ്തു. ഇത് പാസ്റ്റാണ്, അതുകൊണ്ട് വോസോ വേറോ ആയിരിക്കും ഇതിൽ സിമ്പിൾ പാസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് ഗീത വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് വരുന്നതെങ്കിൽ അതിനെ നിങ്ങൾ പാസീവിലേക്ക് ആക്കി മാറ്റുന്ന സമയത്ത് വാസ് വേർ പ്ലസ് ബീയിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആകുമ്പോൾ ബീയിങ് എന്നുള്ളത് കോമൺ ആയിരിക്കും. സോ വാസ് ഓർ വേർ പ്ലസ് ബീയിങ് എന്നുള്ളത് നിങ്ങളുടെ പാസീവ് വോയിസിൽ വരും. സോ ഗീത വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളത് എന്തായി വരും, എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഗീത. Then coming to the past perfect tense, Geeta had written a letter. അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരിക്കും, ഹാഡ് ബീൻ എന്നായിരിക്കും അതിൽ പാസീവ് വോയിസിൽ വരുന്നത്. സോ എ ലെറ്റർ ഹാഡ് ബീൻ റിട്ടൺ ബൈ ഗീത. Okay, now let's move on to the future tense. Geeta will write a letter. We know it is in simple future tense. So while converting into the passive voice, we have to focus on the auxiliary. So here we have to use will be. Will be. So a letter will be written by Geeta. So will be എന്നായിരിക്കും എന്ത് ചെയ്യുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ നമ്മൾ പാസീവിലേക്ക് ആക്കി മാറ്റുന്ന സമയത്ത് വരുന്നത്. ആ ഓക്സിലറിൻ്റെ കൂടെ തന്നെ വില്ലിൻ്റെ കൂടെ ഒരു ബിയും കൂടെ വരും. Then coming to the future perfect tense, Geeta will have written a letter can be changed as a letter will have been written by Geeta. അപ്പോൾ പെർഫെക്റ്റ് ആവുന്ന സമയത്ത് ബീൻ എന്നായിരിക്കും ബിയുടെ ബീൻ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന വേർബിൻ്റെ V3 ഫോം ബീനായിരിക്കും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഏത് പെർഫെക്റ്റിൻ്റെ കേസിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രസൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ, ദെൻ പാസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഹാഡ് ബീൻ, ദെൻ ഫ്യൂച്ചറിൻ്റെ കേസിലാണെങ്കിൽ ഹാവ് ബീൻ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഓക്സിലറിൻ്റെ കേസിൽ ബിയുടെ ഏത് ഫോം യൂസ് ചെയ്യണം എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കിയൊക്കെ കോമൺ ആണ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആകുന്നതും പ്ലസ് V3 ഫോം യൂസ് ചെയ്യുന്നതും ബൈ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ എന്താണ് കോമൺ ആണ്. ബട്ട് വി ഹാവ് ടു ഫോക്കസ് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് ഒക്കേർ ഇൻ ദി കേസ് ഓഫ് ഓക്സിലറി. അപ്പോൾ ടെൻസ് മാറുന്ന In a brief way, basic structure of a sentence in passive voice is subject plus auxiliary verb be. Sometimes it may be be and it may be being and been plus main verb which is the past participle plus by it's an optional and plus the agent or the object here. This is the basic structure of a sentence in the passive voice. Then in a brief way, so if the sentence is the present tense, if it's simple present, we have to use am, are, or is, and in the case of continuous, am, are, is plus being, and in the case of perfect, have been or has been, and in the case of past, we have to use was or were, and in the case of past continuous, was or were plus being, and in the case of past perfect, had been, and in the case of simple future, will be,
and in the case of future continuous will be being, and in the case of future perfect will have been. ഇങ്ങനെ ആയിരിക്കും ഓക്സിലറിൻ്റെ കേസിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, then coming to the infinitive and gerund form, we have to look onto the to infinity here. For example, I don't want anyone to disturb me. This is a sentence where to disturb me is the to infinity here. So while we are converting this type of sentence into passive voice, it would be like I don't want to be disturbed. അപ്പോൾ ഒരു ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള നമ്മൾ ടു ഇൻഫിനിറ്റീവ് നോക്കുകയാണ്. ഒരു സെൻറ്റൻസിൽ ടു ഇൻഫിനിറ്റീവ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാസീവിലേക്കാക്കി മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക, സിംപിളി ആ ടൂവിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു ബി എന്ന് പറയുന്നതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. സോ ഐ ഡോണ്ട് വാണ്ട് എനി വൺ ടു ഡിസ്റ്റർബ് മീ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് എന്തായി മാറും, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിസ്റ്റർബ്ഡ് ബൈ എനി വൺ എന്നായിട്ട് വരും. ഓക്കെ, ദെൻ ഇൻ ദി കേസ് ഓഫ് ജെറൻഡ് ഫോം, അപ്പം ജെറൻഡ് ഫോം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. സോ ഫോർ എക്സാമ്പിൾ, ഐ ഇൻസിസ്റ്റഡ് ഓൺ ദം പേയിങ് മീ. ഹിയർ പേയിങ് ഇസ് ദി ജെറൻഡ്. സോ വൈൽ കൺവേർട്ടിങ് ദിസ് typed into passive voice, it would be like I insisted on being paid എന്നാണ്. അപ്പം നമുക്കറിയാം ജെറൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ എൻ ജി ഫോം ഉള്ളതെന്ന് പറയാം. അപ്പോൾ കണ്ടിന്യൂസിലും ഫോമിലും ഐ എൻ ജി ഉണ്ട്, ബട്ട് ടെൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ജെറൻഡ് ഫോമിലുള്ള വേർബിന് മാറ്റങ്ങൾ വരുന്നില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ജെറൻഡ് ഫോം എന്ന് പറയുന്നത്. സോ ഐ ഇൻസിസ്റ്റഡ് ഓൺ ദം പേയിങ് മീ എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, കണ്ടിന്യൂസ് എന്നുള്ളതിനെ പോലെ തന്നെയാണ് ജെറൻഡ് ഐ എൻ ജി ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഈസി ട്രിക്ക് പറയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസിൽ നമ്മൾ ബീയിങ് യൂസ് ചെയ്തു, ആ സെയിം ബീയിങ് തന്നെ ആയിരിക്കണം എന്തിൽ ജെറൻഡ് ഫോമിലും നമ്മൾ യൂസ് ചെയ്യേണ്ട. അപ്പം ജെറൻഡ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് ബീയിങ് എന്നുള്ളതാണ്. ഇൻഫിനിറ്റീവ് ആവുന്ന സമയത്ത് ബി എന്ന് മാത്രം. ഓക്കെ, സോ ഐ ഇൻസിസ്റ്റഡ് ഓൺ ദം പേയിങ് മീ എന്നുള്ളത് എന്തായി വരും, ഐ ഇൻസിസ്റ്റഡ് ഓൺ ബീയിങ് പെയ്ഡ് എന്നായിട്ട് വരും. ഓക്കെ, we have been discussing the transformation of active assertive sentence into the passive voice. Now let's have to move on to the transformation of interrogative active sentence into the passive voice, which means interrogative. I think you might have clear about the interrogative sentence, which sometimes it may be the WH question or yes or no question. So mainly two things have to be focused. First thing is only who changes to whom, and the second one is the question words remain the same position. അപ്പോൾ നമ്മൾ ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസിനെ നമുക്കിങ്ങനെ ഒരു പാസീവ് വോയിസിലേക്ക് ആക്കാം നോക്കാം. അതിൽ മെയിൻലി ആദ്യമായിട്ട് നമ്മൾ അത് ഏത് ടൈപ്പ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ ഓർ ഏതെങ്കിലും WH ക്വസ്റ്റ്യൻ ആണോ എന്ന് നോക്കാം. അപ്പോൾ അതൊരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വൂ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വൂനെ നമുക്ക് ബൈ ഹോം വെച്ചിട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ ആ സെയിം പൊസിഷനിൽ റിമൈൻ ചെയ്യും. ദിസ് ഈസ് ദ തിങ് വി ഹാവ് ടു ബി കെയർ. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഹൂ റോഡ് ദിസ് ലെറ്റർ, ഹൂ റോഡ് ദിസ് ലെറ്റർ. സോ നമുക്കറിയാം വൂനെ നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹൂം എന്നാക്കി മാറ്റണം. സോ റോഡ് ദിസ് ലെറ്റർ എന്നുള്ളത് ഏത് ടെൻസിലാണ് നോക്കാം. അപ്പം നമുക്കറിയാം ഈ ഒരു റോഡ് ദിസ് ലെറ്റർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സോ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വാസ് ആയിരിക്കും അല്ലെങ്കിൽ വേർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സിനെ സെയിം പൊസിഷനിൽ അതുപോലെ തന്നെ വെക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൺവേർഷൻ നടത്തുന്നു. അപ്പോൾ റോഡ് ദിസ് ലെറ്ററിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. സോ ദിസ് ലെറ്റർ എന്ത് ചെയ്യും, സബ്ജക്റ്റിൻ്റെ ഭാഗത്തേക്ക് വരും. ദെൻ റോട്ട് എന്നുള്ളതിന് റിട്ടേൺ എന്നായിട്ട് വരും, V3 ഫോം ആവും. ദെൻ വി ഹാവ് ടു കെയർ ഇൻ ദി കേസ് ഓഫ് ഓക്സിലറി. സോ ഇത് സിമ്പിൾ പാസ്റ്റിലായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ വോസ് ആണ് അല്ലെങ്കിൽ വേർ ആണ്. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വി ഹാവ് ടു യൂസ് ദി വോസ് ഹിയർ ബിക്കോസ് ദിസ് ലെറ്റർ ഈസ് ദി സബ്ജക്റ്റ് ഹിയർ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസിൻ്റെ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ബൈ ഹോം ദിസ് ലെറ്റർ വാസ് റിട്ടേൺ എന്നായിട്ട് വരും. ഓക്കെ, ഇനി ഇൻ ദി കേസ് ഓഫ് yes or no question, are you doing this work? This is an yes or no question. So first and foremost we have to take a look on to what tense it is. So are you doing this work? Of course നമുക്കറിയാൻ പറ്റും അത് ഒരു
പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആർ യു ഡൂയിങ് ദിസ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് ടെൻസിലാണെന്ന്. അപ്പോൾ നമുക്ക് ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് അസർട്ടീവ് ആക്കി നോക്കുക. അപ്പോൾ യു ആർ ഡൂയിങ് ദിസ് വർക്ക് എന്നുള്ളതായിരിക്കും അതിൻ്റെ അസർട്ടീവ് ഫോം എന്ന് പറയും. എന്നിട്ട് ആ ഒരു സെൻറ്റൻസിനെ യു ആർ ഡൂയിങ് ദിസ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെ നിങ്ങൾ ഡയറക്റ്റായിട്ടൊന്ന് പാസീവിലേക്കാക്കി മാറ്റുക. അപ്പം ഞാൻ പറഞ്ഞു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് എന്നായിരിക്കും. അപ്പോൾ എന്ത് വരും? ദിസ് വർക്ക് ഈസ് ബീയിങ് ഡൺ ബൈ യു എന്നായിരിക്കും അതിൻ്റെ ഒരു അസർട്ടീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ട്രാൻസ്ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിലുള്ള ഓക്സിലറിന് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഭാഗത്തേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? ഈസ് ദിസ് വർക്ക് ബീയിങ് ഡൺ ബൈ യു എന്നായിട്ട് വരും. ഇത് ഞാൻ നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇൻ ദാറ്റ് വേ. അത് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് അസർട്ടീവ് ആക്കി നോക്കുക. എന്നിട്ട് അസർട്ടീവിൽ നിന്നും എന്ത് ചെയ്യുക? ഒരു ഇൻട്രഗേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസിന് ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സായി തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായി ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. അപ്പം നിങ്ങൾ ഡയറക്റ്റായി ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ദിസ് വർക്ക് എന്നുള്ളത് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ദിസ് വർക്കാണ് ഇതിൽ ഫസ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി എന്ന് നമുക്ക് മനസ്സിലായിരിക്കണം. പ്ലസ് ഇത് കണ്ടിന്യൂസ് ആയത് ബീയിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് ഈസ് എന്ത് ചെയ്യണം? തുടക്കത്തിൽ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. Now coming to the third one is can anyone cure it? ഇത് ക്യാൻ വെച്ചിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്യാൻ ആണ് വരുന്നതെങ്കിൽ അതിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് ബി എന്നായിരിക്കണം. ഓക്കെ, സോ ക്യാൻ എനിവൺ ക്യൂർ ഇറ്റ് എന്നുള്ളതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റിനെ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ക്യൂർ എന്നുള്ളത് ക്യൂർഡ് ആയി വരും. യൂസ് ചെയ്യേണ്ട ഓക്സിലറി ബി ആയിരിക്കും. സോ ക്യാൻ എനിവൺ ക്യൂർ ഇറ്റ് എന്നുള്ളതിന് ക്യാൻ ഇറ്റ് ബി ക്യൂർഡ് എന്നായിരിക്കും അതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, then coming to the transformation of imperative into passive words, it's quite simple. And one thing you have to think, remind you that is if the sentence is like a command. First and foremost, we have to know something about the imperative sentence. I'm not explaining what it is because you have already learned about the imperative sentence. So if the sentence is a command, and its rule is a little bit different from that of other. So if the sentence is a command, you have to add let in the beginning of the sentence. So for example, to the work, if it is a command, we have to change into passive words like let the work be done. അപ്പം പറഞ്ഞിട്ടുള്ളത് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം റിക്വസ്റ്റോ കമാൻഡോ അഡ്വൈസോ ആവുന്ന സെൻറ്റൻസിനാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് നോക്കാം. മീൻസ് അതും അഡ്വൈസ് ആണോ, കമാൻഡ് ആണോ, റിക്വസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കി വെക്കുക. സോ അത് കമാൻഡ് ആണെങ്കിൽ യു ഹാവ് ടു ബിഗിൻ യുവർ പാസീവ് വേഴ്സ് വിത്ത് ലെറ്റ് ആൻഡ് എന്ത് ചെയ്യുക? ലെറ്റ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കൺവേർഷൻ നടത്തുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡു ദി വർക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ലെറ്റ് വെച്ച് അത് കമാൻഡാണെന്ന് നമുക്ക് മനസ്സിലായാൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ലെറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ലെറ്റ് ദ വർക്ക് ബി ഡൺ എന്നായിരിക്കും അതിൻ്റെ ഒരു പാസീവ് ആയിട്ടുള്ള വോയിസ് എന്ന് പറയുന്നത്. ദെൻ if it is a request or order or any kind of advice, you have to look on to or understand the mood of this sentence, and you have to start the sentence by using you are requested or you are advised or you are ordered like so. അപ്പം ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മൂഡ് നോക്കുക. അത് റിക്വസ്റ്റ് ആണെങ്കിൽ യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് അതെന്താണോ അത് എഴുതുന്നു. ദെൻ അതൊരു കമാൻഡ് ആണെങ്കിൽ കമാൻഡ് നോട്ട്, അതൊരു ഓർഡർ ആണെങ്കിൽ യു ആർ ഓർഡേർഡ് എന്ന് വെച്ചിട്ട് തുടങ്ങുന്നു. അഡ്വൈസ് ആണെങ്കിൽ യു ആർ അഡ്വൈസ്ഡ് വെച്ചിട്ട് തുടങ്ങുന്നു. For example, walk slowly, it will be like you are advised to walk slowly. And if it is a request, please come here, you are requested to come here. And get out, you are ordered to get out. Okay, then sometimes in passive voice we should have to act with
to instead of by according to the expression of the active sentence. Then we should use at when there are expressions of surprising, astonishing, shocking, alarming and disappointment. So ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈ എന്നുള്ളത് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ബൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കോണ്ടെക്സ്റ്റിൽ ആ ബൈക്ക് പകരം നമുക്ക് അറ്റ് എന്നോ വിത്ത് എന്നോ ടു എന്നോ ഇന്നോ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള, ആസ്ട്രൈസിങ് ആയിട്ടുള്ള, ഷോക്കിംഗ് ആയിട്ടുള്ള, അലാമിംഗ് ആയിട്ടുള്ള, ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പ്രഷൻസ് ആണ് വരുന്നതെങ്കിൽ വി ഹാവ് ടു യൂസ് ദി അറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദി ബൈ. ഫോർ എക്സാമ്പിൾ, യുവർ പെർഫോമൻസ് ഇൻ ദിസ് മാച്ച് disappointed me. So it have to be converted into I was disappointed at your performance in this match. And like so, your honesty has pleased me. I have been pleased with your honesty, not by your honesty, with your honesty. ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. So in certain sentences do not require changes of the forms and more than that some may have errors too. ഇനി ചില കേസിൽ നമ്മൾ പാസീവിലേക്ക് ആക്കി മാറ്റുന്ന സമയത്ത് അത് നമുക്ക് തന്നെ ഒരു ഗ്രാമാറ്റിക്കൽ എറർ ഫീൽ ചെയ്യും. ചില സെൻറ്റൻസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇതിൽ കാണുന്നത്. ദ ഹൗസ് വാസ് ബിൽറ്റ് ഇൻ 1960. അതിന് നമുക്ക് ബിൽഡ് ദ ഹൗസ് ഇൻ 1960 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് എന്താ പറയുക, മിസ്അപ്രോപ്രിയേറ്റ്. സോ യുവർ കാർ വാസ് ഡാമേജ്ഡ് യുവർ കാർസ് ആൻഡ് ദ ജഗ് ഹോൾസ് 3 liters ആർ ഹെൽഡ് ബൈ ദി ജഗ്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രാമാറ്റിക്കൽ എന്താ പറയുക ഇനാക്യുറസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസീവ് വോയിസിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ ആക്റ്റീവ് ടു പാസീവ് സെൻറ്റൻസ്. ഓക്കെ, discuss the complete transformation of active and passive voice. Now coming to the exercise, form passive voice sentence from the following. You can expect the reverse too, conversion of passive voice into active voice too. Okay, so you should keep in mind that one too. The first one is Matthew collects the bills. First and foremost, if you get any questions like this, you have to identify the tense, which tense it belongs. So Matthew collects the bits. Of course, it is in simple present tense. Firstly, we have to change the position of object and subjects. Here Matthew is the subject here and bills is the object here. So the bills have to become first in the case of passive voice. So the bills are collected by Matthew. So the auxiliary used here is the is or are or am. Here bills is in the plural, so we have to use the are here. So the bills are collected by Matthew. Then Maria opened the door. This is in simple past tense, so we have to use the was or were as the auxiliary here. So the door was opened by Maria. So in this way you have to find out all the answers here. Now is the time to wind up our session. Hope you got the points related to this. Thank you.